വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്നു മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുത ഇതാണ്: ദൈവസന്നിധിയിൽ മുട്ടുകുത്തി മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ, അപേക്ഷിക്കുവാൻ തയ്യാറാകണം. ഈ കഷ്ടാനുഭവ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വയം ശോധന ചെയ്യുവാൻ കഴിയണം. ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടോ? ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുള്ള ആരും തന്നെ മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിൻ്റെയും താഴ്മയുടെയും അനുതാപത്തിൻ്റെയും സൂചകങ്ങളാണ്. ഇവിടെ ഈ കുഷ്ഠരോഗിക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാമായിരുന്നു, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാമായിരുന്നു. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് തൻ്റെ ആവശ്യത്തെ അറിയിച്ചപ്പോൾ അവനായിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നു. നാം പലപ്പോഴും സമയമുണ്ടായിട്ടും ദൈവസന്നിധിയിൽ അനുതപിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ കഴിയാതെ പോയവരാണ്. എന്നാൽ ഈ നോമ്പുദിനങ്ങളിൽ നാം ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ കാലടക്കി വച്ച് മുട്ടുകുത്തി അനുതാപ ഹൃദയത്തോടെ, ഹൃദയനുറുക്കത്തോടെ കർത്തൃസന്നിധിയിൽ ആയിരുന്നാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി ഇതാണ്. ഈ ദൈവിക പദ്ധതിക്ക് അനുസൃതമായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.